PSC ഡയറിയിലേക്ക് സ്വാഗതം. നിങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ഒരു തവണയെങ്കിലും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾ കാണുകയാണെങ്കിൽ അത് മികച്ചൊരു റിവിഷൻ ആയിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ്. ഈ പുസ്തകത്തിലെ സയൻസ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുടെ ഒരു മികച്ച റിവിഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക്. ഇതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളത് കൂടി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രസ്താവനാ ചോദ്യങ്ങളുടെ 20 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കലകൾ എന്നുള്ള ടോപ്പിക്കാണ്. ഇതിൻ്റെ ആദ്യ ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കാർട്ടൂണിനെ കുറിച്ചിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ കാർട്ടൂണിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഈ ബോബനും മോളിയും വായിക്കാത്തവരെ കുറവായിരിക്കും അല്ലേ? ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ടോംസിന്റെ യഥാർത്ഥ പേര് VT തോമസ് എന്നാണ്. ഈ ടോംസ് കഴിഞ്ഞിടെയാണ് മരിച്ചിട്ടുള്ളത് അല്ലെ? കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അല്ലെ ടോംസ് എന്ന അദ്ദേഹം മരിച്ചിട്ടല്ലേ? ഓക്കെ, അപ്പോൾ ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ആണ് ടോംസ്. ഈ ടോംസ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ പേരാണ് VT തോമസ്. ടോംസ് തോമസ് അല്ലെ? VT തോമസ്. 1982 സ്ഥാപിതമായ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. 1982 സ്ഥാപിതമായ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ എന്നറിയപ്പെടുന്ന ഏതാണ്? മഹാക്ഷാമ ദേവത എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ ഏതാണ്? മഹാക്ഷാമ ദേവത. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിട്ടുമ്മാൻ ഇത് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ? കിട്ടുമ്മാൻ ഏതു പത്രത്തിലാണ് വിമോചന സമരകാലത്ത് 1959 ജൂലൈ 19 മുതൽ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ വരച്ചു തുടങ്ങിയത്? ജനയുഗം പത്രത്തിൽ അല്ലെ? ജനയുഗം പത്രത്തിൽ. ഈ കിട്ടുമ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ എവിടെയെങ്കിലും പത്ര താളുകളിലോ അല്ലെ പേപ്പർ കട്ടിങ്സിൽ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് കിട്ടുമ്മാൻ അല്ലെ? അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാർട്ടൂൺ ഏതാണ്? കിട്ടുമ്മാനാണ്. ഇത് ഏത് പത്രത്തിലാണ്? വിമോചന സമരകാലം എന്ന് പറയുമ്പോൾ 1959 ജൂലൈ മാസങ്ങളിലാണ്. 1959 അല്ലെ? അപ്പൊ 1959 ജൂലൈ 19 മുതൽ കാർട്ടൂണിസ്റ്റ് ആരാണ് വരച്ചിട്ടുള്ളത്? യേശുദാസൻ അല്ലെ? ഇദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ആണെന്ന് നമുക്കറിയാം, യേശുദാസൻ അല്ലെ? അപ്പൊ യേശുദാസൻ വരച്ചു തുടങ്ങിയത് ഇത് ജനയുഗം പത്രത്തിലാണ്. ജനയുഗം പത്രത്തിൽ കേട്ടോ. അപ്പൊ ഓർത്തിരിക്കണം, ഇവിടെ ഓർക്കേണ്ടത് മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ കിട്ടുമ്മാൻ. ഈ കിട്ടുമ്മാൻ എന്ന് വരച്ചിട്ടുള്ള കിട്ടുമ്മാൻ എന്ന് പറയുന്ന ആ ഒരു പോക്കറ്റ് കാർട്ടൂണിന്റെ കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്നത്, സൃഷ്ടാവ് എന്ന് പറയുന്നത് യേശുദാസൻ. ഇത് വിമോചന സമരകാലത്ത് തുടങ്ങിയതാണ് അല്ലെ? ഏത് പത്രത്തിലെ? ജനയുഗത്തിലെ. അപ്പി ഹിപ്പി ഇത് നിങ്ങൾ എന്തായാലും കണ്ടു കാണും. അപ്പി ഹിപ്പി അല്ലെ? അതേപോലെ ഇട്ടുണ്ണൻ, ഉണ്ണിക്കുട്ടനെ എല്ലാവർക്കും അറിയാം അല്ലെ? എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് നമ്മുടെ ടോംസ് തന്നെയാണ്. ടോംസിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? തോമസ് അല്ലെ? VT തോമസ്. അതാണ് ടോംസ് എന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്, ടോംസ്. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന ഉണ്ണിക്കുട്ടനെ അറിയാമല്ലേ? ഉണ്ണിക്കുട്ടനെ കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ണിക്കുട്ടൻ. പിന്നെ അപ്പി ഹിപ്പിയെ അറിയാമല്ലേ? അപ്പി ഹിപ്പി ഒരു ലോലനാണ് അപ്പി ഹിപ്പി അല്ലെ? പിന്നെ ഇട്ടുണ്ണൻ അല്ലെ? ഇട്ടുണ്ണൻ. അപ്പൊ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് നമ്മുടെ ടോംസ്. കാർട്ടൂണിസ്റ്റ് PK മന്ത്രിയുടെ യഥാർത്ഥ പേരെന്താണെന്നുള്ളതാണ് അല്ലെ? എന്താണ് കാർട്ടൂണിസ്റ്റിന്റെ പേര്? PK മന്ത്രി എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? കാർട്ടൂണിസ്റ്റ് PK മന്ത്രിയുടെ യഥാർത്ഥ പേര് PK മന്ത്രികുമാരൻ എന്നാണ്. PK മന്ത്രികുമാരൻ. ഇത് പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലെ? കാർട്ടൂണിസ്റ്റ് PK മന്ത്രിയുടെ യഥാർത്ഥ പേരെന്താണ്? PK മന്ത്രികുമാരൻ എന്നാണ്. കുഞ്ചുക്കുറുപ്പ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ചുക്കുറുപ്പ് എന്ന കാർട്ടൂൺ കഥാപാത്രം സൃഷ്ടിച്ചതാരാണ്? ടോംസ് അല്ലെ? കുഞ്ചുക്കുറുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്. കുഞ്ചുക്കുറുപ്പ് ടോംസിന്റെ ആണ്. ടോംസ് ആണ് കുഞ്ചുക്കുറുപ്പ് എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ്. ഏത് മാസികയിലാണ് മഹാക്ഷാമ ദേവത എന്ന കാർട്ടൂൺ അച്ചടിച്ചത്? അത് വിദൂഷകൻ മാസികയിലാണ്. വിദൂഷകൻ മാസികയിൽ. ഈ മഹാക്ഷാമ ദേവതയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ എന്നറിയപ്പെടുന്നത് മഹാക്ഷാമ ദേവതയാണ് അല്ലെ? ഏത് മാസികയിലാണ് മഹാക്ഷാമ ദേവത എന്ന കാർട്ടൂൺ അച്ചടിച്ചത്? അത് വിദൂഷകൻ മാസികയിലാണ് അച്ചടിച്ചത്.
സൃഷ്ടിച്ചിട്ടുള്ളത്. അടുത്ത ഒരെണ്ണമാണ് കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് BM ഗഫൂർ ആണ്. BM ഗഫൂർ, ഈ പേര് നിങ്ങൾക്ക് അറിയാലോ, BM ഗഫൂർ. കുഞ്ഞമ്മാനെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് BM ഗഫൂർ ആണ്. കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചതാരാണ്? BM ഗഫൂർ ആണ്. ജുബ്ബ ചേട്ടനൊക്കെ കണ്ടു കാണും മനോരമയിലെ അല്ലെ ഒക്കെ ഉണ്ടായിരുന്നല്ലേ ജുബ്ബ ചേട്ടൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് യേശുദാസനാണ്. 1986 ശേഷം ജനിച്ചവർ എന്തായാലും ഇത് കണ്ടിട്ടുണ്ട്. 90 ശേഷം ജനിച്ചവരെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണല്ലേ. ഞാൻ ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ. ജുബ്ബ ചേട്ടൻ യേശുദാസനാണ് വരച്ചിട്ടുള്ളത്. ജുബ്ബ ചേട്ടൻ. കുഞ്ഞമ്മാൻ വരച്ചത് BM ഗഫൂർ. പൊന്നമ്മ സൂപ്രണ്ട് ഇത് മനോരമ ആഴ്ചപ്പതിപ്പിലായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ. പിന്നെ മനോരമയിലാണ് ഇത് വരുന്നിരുന്നത്. പൊന്നമ്മ സൂപ്രണ്ട് ഈ കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചതും യേശുദാസൻ തന്നെയാണ്. ജുബ്ബ ചേട്ടൻ, പൊന്നമ്മ സൂപ്രണ്ട് ഇതൊക്കെ യേശുദാസൻ വരച്ചിട്ടുള്ളതാണ് അല്ലെ. ജുബ്ബ ചേട്ടൻ, പൊന്നമ്മ സൂപ്രണ്ട്. കുഞ്ഞമ്മാൻ BM ഗഫൂർ. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് യേശുദാസൻ. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? യേശുദാസനാണ്. കേരളത്തിന്റെ കാർട്ടൂൺ ചരിത്രം അല്ലെ, എന്താണ് പുസ്തകത്തിന്റെ പേര്? കേരളത്തിന്റെ കാർട്ടൂൺ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് സുകുമാരൻ പോറ്റിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് കാർട്ടൂണിസ്റ്റ് സുകുമാർ എന്നായിരുന്നു. ഇദ്ദേഹം കഴിഞ്ഞിടെ മരിച്ചതാണ്. ഈ കുറച്ച് വർഷങ്ങളെ ആകുന്നുള്ളൂ. കഴിഞ്ഞ വർഷമാണ് എന്നാണ്. കഴിഞ്ഞ വർഷം 2023 മരിച്ചത് അല്ലെ. കേരളത്തിന്റെ കാർട്ടൂൺ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് സുകുമാരൻ പോറ്റി എന്ന കാർട്ടൂണിസ്റ്റ് സുകുമാർ അല്ലെ. കാർട്ടൂണിസ്റ്റ് സുകുമാർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സുകുമാരൻ പോറ്റി എന്നാണ്. സുകുമാരൻ പോറ്റി. കാകദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ പങ്ക്തിയുടെ രചയിതാവ് ഗോപികൃഷ്ണനാണ്. ഈ ഗോപികൃഷ്ണനെ നിങ്ങൾ മാതൃഭൂമിയിലൊക്കെ കണ്ടു കാണും അല്ലെ. മാതൃഭൂമി പത്രത്തിൽ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഗോപികൃഷ്ണൻ എന്ന് പറയുന്നത്. കാകദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ വരച്ചത്, എന്ന പോക്കറ്റ് കാർട്ടൂൺ പങ്ക്തിയുടെ രചയിതാവ് ആരാണ്? ഗോപികൃഷ്ണനാണ്. അദ്ദേഹം ഇപ്പോഴും വരയ്ക്കുന്നുണ്ടല്ലോ ഗോപികൃഷ്ണൻ. കാകദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ പങ്ക്തിയുടെ രചയിതാവ് ഗോപികൃഷ്ണനാണ്. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ഏത് പത്രത്തിലാണ് വരച്ചിരുന്നത്? മലയാള മനോരമ. ഞാൻ പറഞ്ഞില്ലേ മലയാള മനോരമയിലാണ് ഇത് കണ്ടതുപോലെ ഓർക്കുന്നത് അല്ലെ. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ വരച്ചിട്ടുള്ളത് മലയാള മനോരമയിലാണ്. അതായത് നമ്മുടെ ജുബ്ബ ചേട്ടനും പൊന്നമ്മ സൂപ്രണ്ടും ഒക്കെ ഈ മലയാള മനോരമയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ മനുഷ്യരും വലിയ ലോകവും, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ആണല്ലേ. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ വരച്ചത് G അരവിന്ദൻ അല്ലെ. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ വരച്ചതാരാണ്? കാർട്ടൂൺ പരമ്പര വരച്ചത് G അരവിന്ദനാണ്. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂൺ എന്നറിയപ്പെടുന്നത് കിട്ടുമ്മാനാണ്. ഇതും ജനയുഗം പത്രത്തിലായിരുന്നു കേട്ടോ. ജനയുഗം പത്രത്തിൽ മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂൺ എന്നറിയപ്പെടുന്നത് കിട്ടുമ്മാനാണ്. ജനയുഗം പത്രത്തിലാണ് വന്നുകൊണ്ടിരുന്നത് അല്ലെ. മാതൃഭൂമി പത്രത്തിൽ കുഞ്ഞമ്മാമൻ എന്ന കാർട്ടൂൺ വരച്ചിരുന്നത് ശിവറാമാണ്. മറ്റേ ആദ്യം കുറച്ച് മുമ്പ് പഠിച്ചത് നമ്മൾ കുഞ്ഞമ്മാൻ എന്നാണ്. ഇത് കുഞ്ഞമ്മാമൻ വരച്ചത് ശിവറാമാണ്. കുഞ്ഞമ്മാമൻ വരച്ചതാരാണ്? ശിവറാമാണ്. മാതൃഭൂമി പത്രത്തിലാണ് അല്ലെ. കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ച കുഞ്ഞമ്മാനുണ്ട്. കുഞ്ഞമ്മാൻ ആരാണ്? കുഞ്ഞമ്മാൻ എന്ന നമ്മുടെ കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് BM ഗഫൂർ ആണ്. എന്താണ്? കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് BM ഗഫൂർ ആണ്. അതേപോലെ കുഞ്ഞമ്മാമനാണെങ്കിലോ, കുഞ്ഞമ്മാമൻ ആരാണ് സൃഷ്ടിച്ചത്? അത് ശിവറാമാണ്. കുഞ്ഞമ്മാമൻ സൃഷ്ടിച്ചത് ശിവറാമാണ്. നാണിയമ്മ എന്ന പോക്കറ്റ് കാർട്ടൂൺ മാതൃഭൂമിയിൽ വരച്ചിരുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. ഇദ്ദേഹവും കഴിഞ്ഞിടെ മരിച്ചു എന്നാണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ അടുത്തിടെ. അപ്പോൾ ഈ കാർട്ടൂൺ ഞാനിപ്പോൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട 2-3 പേര് കഴിഞ്ഞ വർഷങ്ങളിലായിട്ടൊക്കെ മരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ പോർഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. സാധ്യതയില്ലാതില്ല ചോദിക്കാൻ. അടുത്തൊരെണ്ണം ആവഞ്ചി എന്ന പേരിലും അറിയപ്പെടുന്ന വാദ്യം എന്തെന്നാണ്? ആവഞ്ചി. കേരളത്തിലെ കലകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആവഞ്ചി എന്ന പേരിലും അറിയപ്പെടുന്ന വാദ്യം എന്ന് പറയുന്നത് ഇടയ്ക്കയാണ്. ഇടയ്ക്ക അല്ലെ. ആവഞ്ചി എന്ന പേരിലും അറിയപ്പെടുന്ന വാദ്യം ഏതാണ്? ഇടയ്ക്കയാണ്. ഇടയ്ക്കയുടെ മറ്റൊരു പേരെന്താണ്? ആവഞ്ചിയാണ്. വടക്കൻ പാട്ടുകൾ പാടുന്നതിനൊപ്പം ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണമാണ് ഉടുക്ക് അല്ലെ. വടക്കൻ പാട്ടുകൾ പാടുന്നതിനൊപ്പം ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണം ഏതാണ്? ഉടുക്ക് എവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? വടക്കൻ പാട്ടുകൾ പാടുന്നതിനൊപ്പം അല്ലെ. ഉടുക്ക്. കർണാടക സംഗീതത്തിലെ അത്യപൂർവ രാഗങ്ങൾ കാഴ്ചവെക്കുന്ന കലാരൂപമാണ് യക്ഷഗാനം എന്ന് പറയുന്നത് അല്ലെ. യക്ഷഗാനം കർണാടക സംഗീതത്തിലെ കർണാടക സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ ഉള്ള ഒരു കലാരൂപമാണ് അല്ലെ. കർണാടക സംഗീതത്തിലെ അത്യപൂർവ രാഗങ്ങൾ കാഴ്ചവെക്കുന്ന കലാരൂപം ഏതാണ്? അത് യക്ഷഗാനമാണ്. പാർത്തിസുബ്ബ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. അടുത്തൊരെണ്ണമാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം 7 പറയാണ് അല്ലെ. അടുത്തിടെ നടന്ന പത്മ പുരസ്കാരങ്ങളിൽ ഒരെണ്ണം തോൽപ്പാവക്കൂത്ത് കലാകാരനായിരുന്നു കിട്ടിയിരുന്നത് അല്ലെ. നമ്മുടെ ഈ പത്മ പുരസ്കാരങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അറിയാവുന്നവർ
അറിയാവുന്നവർ കമന്റ് ചെയ്യുക. തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കുന്ന കഥാസന്ദർഭം എന്ന് പറയുന്നത് രാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ളതാണ് അല്ലെ. അപ്പൊ തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കുന്ന കഥാസന്ദർഭം ഏതാണ്? രാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ളതാണ് അല്ലെ. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മുഖ്യ പാവക്കൂത്തുകാരൻ അറിയപ്പെടുന്ന പേര് പുലവർ എന്നാണ്. പുലവർ, രാമചന്ദ്ര പുലവർ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. മുഖ്യ പാവക്കൂത്ത് കലാകാരൻ അല്ലെ, പാവക്കൂത്തുകാരൻ, മുഖ്യ പാവക്കൂത്തുകാരൻ അറിയപ്പെടുന്ന പേര് പുലവർ എന്നാണ്. പുലവർ. പാനകളിക്ക് അകമ്പടിയായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം പറയാണ്. പാനകളിക്ക് അകമ്പടിയായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം പറയാണ്. കന്യാർ കളിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കന്യാർ കളിയുടെ മറ്റു പേരുകൾ ദേശത്തുകളി, മലമക്കളി എന്നൊക്കെയാണ്. കന്യാർ കളിയുടെ മറ്റു പേരുകൾ എന്താണ്? ദേശത്തുകളി, മലമക്കളി എന്നൊക്കെയാണ്. കന്യാർ കളിയുടെ മറ്റു പേരുകളാണ് ദേശത്തുകളി, മലമക്കളി. കന്യാർ കളി എത്ര ദിവസം നീണ്ടു നിൽക്കും? 4 ദിവസം. കന്യാർകളി 4 ദിവസം നീണ്ടു നിൽക്കും. കന്യാർകളി 4 ദിവസം നീണ്ടു നിൽക്കും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണി എന്നറിയപ്പെടുന്ന ചെറു സംഘങ്ങൾ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് തീയാട്ട്. അപ്പൊ തീയാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണി എന്നറിയപ്പെടുന്ന ചെറു സംഘങ്ങൾ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് തീയാട്ട്. രോഗങ്ങൾ മാറുന്നതിനായി ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന മാസം മിഥുന മാസമാണ്. ഈ ഗദ്ദികയെ കുറിച്ചിട്ട് അല്ലെ ചോദിക്കാറുണ്ട്. PK കാളൻ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ ഗദ്ദിക എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. ഇതൊരു പുതിയ പോയിന്റ് ആയിരിക്കും പലർക്കും. എന്താണ്? രോഗങ്ങൾ മാറുന്നതിനായി അല്ലെ, രോഗങ്ങൾ മാറുന്നതിനായി. ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന മാസം ചോദിച്ചാൽ അത് മിഥുന മാസമാണ്. മിഥുന മാസം അല്ലെ, മിഥുന മാസം. അടുത്തത് കവിത്തങ്ങൾ എന്നറിയപ്പെടുന്ന പാട്ട് ഉപയോഗിക്കുന്ന കലാരൂപം അർജുന നൃത്തമാണ്. അർജുന നൃത്തം അല്ലെ. കവിർത്തങ്ങൾ എന്നറിയപ്പെടുന്ന പാട്ട് ഉപയോഗിക്കുന്ന കലാരൂപം ഏതാണ്? അർജുന നൃത്തമാണ്. അർജുന നൃത്തം ഏത് ജില്ലയിലാണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. കവിത്തങ്ങൾ എന്നറിയപ്പെടുന്ന പാട്ട് ഉപയോഗിക്കുന്ന കലാരൂപം അർജുന നൃത്തമാണ്. കൂത്തിന് നങ്ങ്യാർ കൊട്ടുന്ന വാദ്യമാണ് കുഴിത്താളം അല്ലെ. അപ്പൊ കൂത്തിന് നങ്ങ്യാർ കൊട്ടുന്ന വാദ്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കുഴിത്താളം എന്നാണ് അറിയപ്പെടുന്നത്. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയാണ് പാടകം എന്ന് പറയുന്നത്. ആക്ച്വലി കൂത്തിന്റെ ലഘൂകരിച്ച രൂപമാണ് എന്ത്? പാടകം എന്ന് പറയുന്നത് അല്ലെ. പാടകം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പാടകം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയാണ് പാടകം. ഗദ്ദിക നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഗദ്ദികയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം തുടിയാണ്. തുടി അല്ലെ. ഗദ്ദികയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? തുടിയാണ് അല്ലെ. തുടി. രോഗങ്ങൾ മാറുന്നതിനായി ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന മാസം ചോദിച്ചാൽ അത് മിഥുന മാസമാണ്. ഗദ്ദികയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം തുടിയാണ്. പാടകം എന്നറിയപ്പെടുന്നത് എന്താണ്? കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയാണ്. കുഴിത്താളം എവിടെയാണ് ഉപയോഗിക്കുന്നത്? കൂത്തിന് നങ്ങ്യാർ കൊട്ടുന്ന വാദ്യമാണ് കുഴിത്താളം എന്നറിയപ്പെടുന്നത്. അർജുന നൃത്തം അല്ലെ. കവിത്തങ്ങൾ എന്നറിയപ്പെടുന്ന പാട്ട് ഉപയോഗിക്കുന്ന കലാരൂപം അർജുന നൃത്തമാണ് അല്ലെ. അടുത്തൊരു പോയിന്റ് നോക്കാം. സംസ്കൃതത്തിൽ ഡമരു എന്നറിയപ്പെടുന്ന വാദ്യം ഉടുക്കാണ് അല്ലെ. ശിവകര ഡമരുഗമ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ അല്ലെ. സംസ്കൃതത്തിൽ ഡമരു എന്നറിയപ്പെടുന്ന വാദ്യം എന്താണ്? ഉടുക്കാണ്. ഡമരു അല്ലെ. ഡമരു ഉടുക്കാണ്. ഡമരു എന്നറിയപ്പെടുന്നത് എന്താണ്? സംസ്കൃതത്തിൽ ഡമരു എന്നറിയപ്പെടുന്നത് ഉടുക്കാണ്. ഉടുക്ക് അല്ലെ. അടുത്ത ഒരെണ്ണം നോക്കുക. ബയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപം യക്ഷഗാനം അല്ലെ. ബയലാട്ടം യക്ഷഗാനമാണ്. കർണാടക സംഗീതവുമായിട്ട് ബന്ധമുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ. പാർത്ഥിസുബ്ബയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കലാകാരൻ അല്ലെ. ബയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപം യക്ഷഗാനമാണ്. അമ്പലപ്പറമ്പിലോ കൊയ്ത്തു കഴിഞ്ഞ പാടത്തോ തയ്യാറാക്കിയ പന്തലിൽ അരങ്ങേറുന്ന കലാരൂപമാണ് പൊറാട്ട് നാടകം അല്ലെ. പൊറാട്ട് നാടകം ഏതോ ഒരു സിനിമയിൽ സലിംകുമാർ പറയുന്നുണ്ട് അല്ലെ, പൊറാട്ട് നാടകം എന്ന്. അമ്പലപ്പറമ്പിലോ കൊയ്ത്തു കഴിഞ്ഞ പാടത്തോ തയ്യാറാക്കിയ പന്തലിൽ അരങ്ങേറുന്ന കലാരൂപമാണ് പൊറാട്ട് നാടകം. സർപ്പപ്പാട്ടിന്റെ മറ്റൊരു പേരാണ് പുള്ളുവൻ പാട്ട്. സർപ്പപ്പാട്ടിന്റെ മറ്റൊരു പേരെന്താണ്? പുള്ളുവൻ പാട്ട്. തടിയിൽ നിർമ്മിച്ച മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രാചീന കലാരൂപമാണ് കുമ്മാട്ടിക്കളി അല്ലെ. കുമ്മാട്ടിക്കളി എന്നും പറഞ്ഞൊരു പാട്ടില്ലേ അല്ലെ. തടിയിൽ നിർമ്മിച്ച മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രാചീന കലാരൂപമാണ് കുമ്മാട്ടിക്കളി അല്ലെ. ദപ്പ് കവാത്ത് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കലാരൂപം ദഫ്മുട്ടാണ്. എന്താണ്? ദപ്പ് കവാത്ത് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? അത് ദഫ്മുട്ടാണ്. തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിക്ക് മുന്നിലെ അമ്മയും കുഞ്ഞും പ്രതിമ അല്ലെ. അത് കണ്ടില്ലാത്തവർ കുറവായിരിക്കും അല്ലെ. അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ച ശില്പി ആര്യനാട് രാജേന്ദ്രനാണ് അല്ലെ.
ഒരു ആര്യ രാജേന്ദ്രനെ നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ, അതല്ല, ഇത് തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിക്ക് മുന്നിലെ അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ച ശില്പി ആര്യനാട് രാജേന്ദ്രനാണ്. ഏറ്റവും വലിയ പക്ഷി പ്രതിമ അല്ലെ, ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥാപിച്ച ജഡായു നേച്ചർ പാർക്ക് എവിടെയാണ്? ഇത് ചടയമംഗലത്താണ്. ചടയമംഗലം കൊല്ലം ജില്ലയിലാണ്. ചടയമംഗലം അല്ലെ, ചടയമംഗലം. ഇത് ഒരു ടൂറിസം സ്പോട്ടാണ് അല്ലെ, നല്ല കാണാനും മാത്രം ഉണ്ടത്. ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥാപിച്ച ജഡായു നേച്ചർ പാർക്ക് എവിടെയാണ്? ചടയമംഗലം കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ അല്ലേ. അടുത്തത് കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറത്തെ അമ്മയും കുഞ്ഞും പ്രതിമ. ഇത് കണ്ണൂരിലെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തെയാണ്. ഇത് കണ്ണൂരിലെ അമ്മയും കുഞ്ഞുമാണ് അല്ലേ. ഇത് കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറത്താണ്. പയ്യാമ്പലം കടപ്പുറത്തെ അമ്മയും കുഞ്ഞും പ്രതിമയുടെ സൃഷ്ടാവ് കാനായി കുഞ്ഞിരാമനാണ്. അപ്പോൾ കേരളത്തിൽ 2 സ്ഥലത്ത് അമ്മയും കുഞ്ഞും പ്രതിമയുണ്ട് അല്ലെ. ഈ കണ്ണൂരിലാണെങ്കിൽ അത് കാനായി കുഞ്ഞിരാമൻ, അല്ലെ, കണ്ണൂര് കാനായി കുഞ്ഞിരാമൻ, പയ്യാമ്പലം കടപ്പുറത്താണ്. ഇനി അതല്ല, തിരുവനന്തപുരത്തെ അമ്മയും കുഞ്ഞും പ്രതിമയാണ്, അതായത് ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിക്ക് മുന്നിലെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആര്യനാട് രാജേന്ദ്രനാണ് അതിന്റെ ശില്പി എന്ന് പറയുന്നത് അല്ലെ. അടുത്തത് നോക്കുക, കാനായി കുഞ്ഞിരാമന്റെ വീണപൂവ് ദുരവസ്ഥ അല്ലെ. കാനായി കുഞ്ഞിരാമന്റെ വീണപൂവ് ദുരവസ്ഥ എന്നീ ശില്പങ്ങളാണ് കേട്ടോ. അതല്ലാതെയാണ് ഈ കൃതി ആരുടെയൊക്കെയാണ്? വീണപൂവ്, ദുരവസ്ഥ, ഇതൊക്കെ കുമാരനാശാന്റെ കൃതികളാണ് അല്ലെ. ഇതിവിടെ പറയുന്നത് കാനായി കുഞ്ഞിരാമന്റെ വീണപൂവ് ദുരവസ്ഥ എന്നീ ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിലാണ്. തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിലാണ് കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച വീണപൂവ് ദുരവസ്ഥ എന്നീ ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ച നാറാണത്ത് ഭ്രാന്തന്റെ ശില്പം ഏത് മലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്? രായിരനെല്ലൂർ മല അല്ലെ. അത് ശില്പി ആരാണ്? സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ച നാറാണത്ത് ഭ്രാന്തന്റെ ശില്പം ഏത് മലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്? രായിരനെല്ലൂർ മല. കൊല്ലത്ത് അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ചത് അല്ലെ. കൊല്ലത്ത് അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ചത് MV ദേവനാണ്. MV ദേവൻ അല്ലെ. അപ്പൊ നിങ്ങൾ കാനായി കുഞ്ഞിരാമനും പഠിച്ചു, ആര്യനാട് രാജേന്ദ്രനും പഠിച്ചു. ആ കൂട്ടത്തിലേക്ക് കൊല്ലത്തുനിന്നും വന്നിട്ടുണ്ട് അല്ലെ. കൊല്ലത്ത് അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ചത് MV ദേവനാണ്. MV ദേവൻ. മലമ്പുഴയിലെ പ്രശസ്തമായ യക്ഷി ശില്പം, ഇത് നിങ്ങൾ PSC പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ കേൾക്കുന്നതാണ് അല്ലെ. മലമ്പുഴയിലെ പ്രശസ്തമായ യക്ഷി ശില്പം തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമൻ അല്ലെ. മലമ്പുഴയിലെ പ്രശസ്തമായ യക്ഷശില്പം തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമനാണ്. മുക്കോല പെരുമാൾ എന്ന ശില്പം ആരുടേതാണ്? അതും കാനായി കുഞ്ഞിരാമൻ്റെതാണ് അല്ലെ. എന്താണ് മുക്കോല പെരുമാൾ എന്ന ശില്പമാരുടേതാണ്? കാനായി കുഞ്ഞിരാമൻ്റെതാണ്. കാനായി കുഞ്ഞിരാമന്റെ തമിഴത്തി പെണ്ണ് എന്ന ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ചോളമണ്ഡലം കലാഗ്രാമത്തിലാണ്. കാനായി കുഞ്ഞിരാമന്റെ തമിഴത്തി പെണ്ണ് എന്ന ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ചോളമണ്ഡലം കലാഗ്രാമത്തിലാണ്. ഇനി നമ്മുടെ കേരള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ KAS ഒക്കെ ഈ വർഷം ലാസ്റ്റ് വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ LDയോട് കൂടി ഈ പുസ്തകം പഠിപ്പൊന്നും മടക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ഈ പുസ്തകത്തിൽ ഈ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തുള്ള വിവരങ്ങൾ ശരിക്കും ഡിഗ്രി ലെവലിന് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഈ പുസ്തകം മേടിക്കാൻ പറ്റിയാൽ നിങ്ങൾ മേടിക്കുക. എന്നിട്ട് നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ അതിനോടൊപ്പം പ്ലേ ചെയ്യുകയാണ്. ഒറ്റയ്ക്കിരുന്ന് ഈ പുസ്തകം വായിച്ചു തീർക്കുന്നത് നിങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഇച്ചിരി റിസ്ക് ആണ്. എല്ലാവർക്കും പറ്റണമെന്നില്ല, എന്നാലും പറ്റുന്നവരുണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ പ്ലേ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് 2x സ്പീഡിലെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പഠിത്തം നിർത്തരുത്, ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നമ്മുടെ ഈ LDC ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ അതിനുള്ള പണി നിങ്ങൾ തുടങ്ങിക്കോളുക. തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ മത്സ്യകന്യകയുടെ ശില്പം തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമനാണ് അല്ലെ. തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ മത്സ്യകന്യകയുടെ ശില്പം തയ്യാറാക്കിയത് ആരാണ്? കാനായി കുഞ്ഞിരാമനാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യ സർക്കാരിന്റെ കൈസർ-ഇ-ഹിന്ദ് ബഹുമതി നേടിയ ആദ്യ കേരളീയ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. ബ്രിട്ടീഷ് സാമ്രാജ്യ സർക്കാരിന്റെ കൈസർ-ഇ-ഹിന്ദ് ബഹുമതി നേടിയ ആദ്യ കേരളീയ ചിത്രകാരനാരാണ്? രാജാ രവിവർമ്മ. കലാ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയമായ മികവിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? രാജാ രവിവർമ്മ പുരസ്കാരം എന്നാണ് അല്ലെ. കലാ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയമായ മികവിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന്
രാജാ രവിവർമ്മയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ക്ലാസ്സോട് കൂടി കേരളത്തിലെ കലകൾ എന്നുള്ള പോർഷൻ ടോപ്പിക്ക് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ എടുത്തു തുടങ്ങി, ഞാൻ അന്ന് പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം പരീക്ഷയ്ക്ക് മുമ്പ് എടുത്ത് തീർക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് ഇത് ഉടനെ തന്നെ തീരും. ഇതിന് ശേഷം നമ്മുടെ കേരളം ഭരണവും ഭരണ സംവിധാനവും ഇപ്പോൾ തീരാൻ പോവാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ തീരാൻ പോവാണ്. എടുത്തു തുടങ്ങിയത് മിക്കതും നമ്മൾ തീർന്ന് അതിൻ്റെ ആ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു തവണയെങ്കിലും 2x സ്പീഡിലിട്ട് നിങ്ങൾ കേൾക്കുക. കാരണം നിങ്ങൾക്ക് ഒത്തിരി സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.